മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചാപ്റ്റർ 4 കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാന രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ മേജർ പൊളിറ്റിക്കൽ തിയറീസ്. ഈ ഒരു ക്ലാസ്സിൽ 3 സിദ്ധാന്തങ്ങളെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രധാന രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ മേജർ പൊളിറ്റിക്കൽ തിയറീസ്. 3 തരത്തിലുള്ള തിയറീസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഈ ഒരു 20-ാം നൂറ്റാണ്ടിൻ്റെ മിക്ക ഭാഗങ്ങളിലും ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രാബല്യത്തിലുണ്ടായിട്ടുള്ളത് ലിബറലിസവും മാർക്സിസവും ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ലിബറലിസം എന്ന് നോക്കാം. ഫസ്റ്റ് ലിബറലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വയംഭരണത്തെ വാദിക്കുന്ന ഒരു രാഷ്ട്രീയ തത്വശാസ്ത്രമാണ് ലിബറലിസം. അതായത് ആ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, വ്യക്തികളുടെ നല്ല നടപ്പിനായിട്ടുള്ള പരിഷ്കാരങ്ങൾ, ജനാധിപത്യം എന്നിവയ്ക്കാണ് ഈ ഒരു തത്വശാസ്ത്രം ഊന്നൽ നൽകിയിട്ടുള്ളത്. വ്യക്തിഗത കേന്ദ്രീകൃതമായൊരു സിദ്ധാന്തമാണിത്. കൂടാതെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ ലിബറലിസം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലിബറലിസത്തിൻ്റെ മുഖ്യ സിദ്ധാന്തങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മെയിൻ ഡോക്ട്രൈൻസ് ഓഫ് ലിബറലിസം. ഇവിടെ 8 പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ ഓരോന്ന് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് വരുന്നത് വ്യക്തിയുടെ മാന്യത അല്ലെങ്കിൽ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ലിബറലിസം. ഓരോ വ്യക്തിക്കും അവൻ്റെ ചിന്താരീതി അനുസരിച്ച് സ്വന്തം ജീവിതം വികസിപ്പിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് ഈ ഒരു ലിബറലിസ്റ്റുകൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് അവൻ്റെ കഴിവുകൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവന് എല്ലാ രീതിയിലുള്ള അവകാശങ്ങളും ഉള്ളതിനാൽ തന്നെ ഒരു രാഷ്ട്രം അതിൻ്റെ മേൽ ഇടപെടലുകൾ നടത്താൻ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നുകയറ്റം നടത്താൻ ഒരു രാഷ്ട്രത്തിന് അവകാശമില്ല എന്ന് ലിബറലിസ്റ്റുകൾ വാദിക്കുന്നു. ഇതാണ് ഫസ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ, സ്റ്റേറ്റ് അതിനാൽ തന്നെ ഒരു ലക്ഷ്യമല്ല. അതായത് ദ സ്റ്റേറ്റ് ഈസ് നോട്ട് ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. ലിബറലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ അവർ ഏറ്റവും കൂടുതൽ എയിം ചെയ്യുന്നത് വ്യക്തിയാണ്. അവർ രാഷ്ട്രത്തെ അല്ല ലക്ഷ്യമിടുന്നത്. വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് രാഷ്ട്രം നിലകൊള്ളേണ്ടത്, അല്ലാതെ ഒരു രാഷ്ട്രത്തിന് വേണ്ടിയിട്ടല്ല വ്യക്തി നിലകൊള്ളേണ്ടതെന്ന് ലിബറലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജീവൻ, അവരുടെ സ്വാതന്ത്ര്യം, വസ്തുവകകൾ ഇവയെക്കുറിച്ചൊക്കെ ഇവയുള്ളിലെല്ലാം അവകാശങ്ങളിൽ വ്യാപകമായിട്ട് ഇടപെടാൻ ഒരു സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന് അവകാശമില്ല എന്ന് ലിബറലിസ്റ്റുകൾ പറയുന്നു. ഇനി മൂന്നാമതായിട്ട് വരുന്നത് സ്വാഭാവിക അവകാശങ്ങൾക്ക് പിന്തുണ അല്ലെങ്കിൽ സപ്പോർട്ട് ഫോർ നാച്ചുറൽ റൈറ്റ്സ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ട് ഉള്ള അവകാശങ്ങൾ, അതിനെ ലിബറലിസ്റ്റുകൾ പിന്തുണയ്ക്കുന്നുണ്ട്. അതായത് അവൻ്റെ ജീവന്, സ്വത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം, ഇതൊക്കെയാണല്ലേ മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള അവകാശങ്ങൾ. നമ്മുടെ ജീവനും സ്വത്തും സ്വാതന്ത്ര്യവും ഒക്കെയാണ് നമ്മുടെ അവകാശം. അത് കവർന്നെടുക്കാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രത്തിനും അവകാശമില്ല എന്ന് ലിബറലിസ്റ്റുകൾ പറയുന്നു. ഇനി നാലാമത് നമുക്ക് നോക്കാം, മനുഷ്യ സ്വാതന്ത്ര്യത്തിന് പിന്തുണ, സപ്പോർട്ട് ഫോർ ഹ്യൂമൻ ഫ്രീഡം. അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എപ്പോഴും പരിപാലിക്കപ്പെടണമെന്ന് അല്ലെങ്കിൽ പരിരക്ഷിക്കപ്പെടണമെന്ന് ഇവർക്ക് ഒരു ചിന്താഗതിയുണ്ട്, അല്ലെങ്കിൽ ഒരു അഭിപ്രായമുണ്ട്. അതിപ്പം ഏത് മേഖലയിലായാലും, സമൂഹത്തിൻ്റെ ഏത് മേഖല, അതായത് സാമ്പത്തികമായിട്ടുള്ള മേഖലയായാലും രാഷ്ട്രീയ മേഖലയിലായാലും എല്ലാ സ്ഥലത്തും ഏത് ഭൗതിക മണ്ഡലത്തിലാണെങ്കിൽ പോലും ഈ ഒരു സ്വാതന്ത്ര്യം, മനുഷ്യന് സ്വാതന്ത്ര്യം വേണമെന്ന് ഇവർ നിഷ്കർഷിക്കുന്നു. ഇനി അഞ്ചാമതായിട്ട് വരുന്ന പോയിൻ്റാണ് ജനാധിപത്യത്തിന് പിന്തുണ, സപ്പോർട്ട് ഫോർ ഡെമോക്രസി. ഇവരെന്തിന് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്? ജനാധിപത്യം എന്ന് വെച്ചാൽ എന്താണ്? അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ, അവർ ഭരിക്കുന്ന ആ ഒരു സിസ്റ്റമാണ് ജനാധിപത്യം പറയുന്നത്. നമ്മുടെ എല്ലാം ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അല്ലേ, പാർലമെൻ്ററി സിസ്റ്റമാണ് വരുന്നത്. അപ്പം അതിന് പിന്തുണ നൽകുന്നുണ്ട്. അതാണെങ്കിൽ നമ്മളെ ഭരിക്കുന്നത് ഒരു വ്യക്തിയാണല്ലോ, അവരുടെ സ്വേച്ഛാധിപത്യ ആയിട്ടുള്ള ഒരു അധികാരമല്ല അവർ അവിടെ വരുന്നത്. നമ്മൾ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി നമ്മളെ ഭരിക്കുന്നു. അതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ. പിന്നെ മതേതരത്വത്തിന് പിന്തുണ അല്ലെങ്കിൽ സപ്പോർട്ട് ഫോർ സെക്യുലറിസം. അതായത് ഇവർ ഒരു രാഷ്ട്രം
മതേതരമാണെന്ന് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാ മതത്തിനെയും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാഷ്ട്രത്തെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഒരു മതം മാത്രമുള്ള രാഷ്ട്രം അതിനെ അവർ തള്ളിക്കളയുന്നു. അല്ലെങ്കിൽ എന്താണ് മതവിരുദ്ധ സ്റ്റേറ്റ് രാഷ്ട്രങ്ങളെയും ഇവർ കളയുന്നുണ്ട്. എല്ലാ മതങ്ങളെയും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സംരക്ഷിക്കുന്ന രാഷ്ട്രത്തെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു മതേതരത്വത്തിനാണ് ഇവർ പിന്തുണ കൊടുക്കുന്നത്. ഇനിയിപ്പം ഏഴാമതായിട്ട് വരുന്നത് അന്താരാഷ്ട്ര സ്വാതന്ത്ര്യത്തിനു പിന്തുണ, സപ്പോർട്ട് ഫോർ ഇൻ്റർനാഷണൽ ലിബർട്ടി. അപ്പം എല്ലാ രാഷ്ട്രത്തിൻ്റെയും അഖണ്ഡതയ്ക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഈ ഒരു ലിബറലിസ്റ്റുകളുടെ സിദ്ധാന്തം നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ സാമ്രാജ്യവാദത്തെ എതിർക്കുന്നതാണ് ഈ ഒരു ലിബറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പം ആയുധങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഓരോ മത്സരങ്ങളും കാര്യങ്ങളില്ലേ, അതൊക്കെ ഇവർ അപലപിക്കുന്നുണ്ട്, ഇവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം എല്ലാ രാഷ്ട്രങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളെയും അന്താരാഷ്ട്ര സംഘടനകളെയും ആദരിക്കണമെന്നാണ് ഈ ഒരു അന്താരാഷ്ട്ര സ്വാതന്ത്ര്യത്തിന് പിന്നിലൂടെ ലിബറലിസ്റ്റുകൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആശയം അതാണ്. ഓക്കെ, ഇനിയിപ്പം നെക്സ്റ്റ് എട്ടാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് വ്യവസ്ഥാപിത ഭരണകൂടത്തിനു പിന്തുണ, സപ്പോർട്ട് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെൻറ്റ്സ്. അപ്പം നമ്മൾ നോർമലി പണ്ടൊക്കെ ആണെങ്കിൽ സ്വേച്ഛാധിപത്യ ഭരണകാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം ഏകാധികാരത്തെ എതിർക്കുന്ന വ്യക്തിത്വങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു തത്വശാസ്ത്രമാണ് ലിബറലിസ്റ്റുകളുടേത്. അപ്പം അവരെന്തിനാണ് മുൻതൂക്കം നൽകുന്നത്? ഡെമോക്രാറ്റിക് ആയിട്ടുള്ള അല്ലേ, ഡെമോക്രസിക്കാണ്, ജനാധിപത്യത്തിനാണ് മുൻതൂക്കം നൽകുന്നത്. അപ്പം ഒരു വ്യവസ്ഥാപിത ഭരണകൂടത്തിനു പിന്തുണ നൽകാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. ഏകാധിപത്യം മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ നിഷേധകമാണെന്ന് ഇവർ പറയുന്നു. അതുകൊണ്ട് തന്നെ ജനാധിപത്യ ഗവൺമെൻറ്റുകളാണ് ആവശ്യമെന്ന് അവർ വാദിക്കുന്നുണ്ട്. ഇനി മാർക്സിസത്തിൻ്റെ വിശദീകരിക്കുക. നെക്സ്റ്റ് എക്സാമ്പിളായിട്ട് വരുന്നത് നെക്സ്റ്റ് തിയറിയാണ് നമ്മുടെ മേജർ പൊളിറ്റിക്കൽ തിയറിയിൽ രണ്ടാമതായി പറയുന്ന തിയറിയാണ് മാർക്സിസം. മാർക്സിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഇവരുടെ ഒരു ആശയം എന്ന് വെച്ചാൽ ലോകത്തൊന്നും തന്നെ സ്വന്തമായിട്ട് നടക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്തെങ്കിലും ഒന്ന് ഉണ്ടായതാണെങ്കിൽ ഇപ്പം നമുക്കിപ്പം കിട്ടിയ സ്വാതന്ത്ര്യം അതെന്താണ്, മുൻപുണ്ടായിട്ടുള്ള പല ആൾക്കാരുടെ പോരാളികളുടെയും അവരുടെ ഒക്കെ ആ ഒരു ഇതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പം ലോകത്തൊന്നും തന്നെ സ്വന്തമായി നടക്കുന്നില്ല എന്നാണ് ഇതിലൂടെ അവർ വ്യക്തമാക്കുന്നത്. യഥാർത്ഥ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള പുറമേയുള്ള ഒരു വികസനത്തെയാണ് ഒരു വികസനം തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പം വ്യക്തി ജീവിതത്തിലായാലും സാമൂഹിക ജീവിതത്തിൽ ആയാലും സാമ്പത്തികം, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് തിങ്. അപ്പം സാമ്പത്തികമാണ് ഏത് ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും ഇമ്പോർട്ടൻ്റ് തിങ് ആയിട്ട് വരുന്ന സാമ്പത്തികം തന്നെയാണ് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ബോൺ ഇൻ ഹിസ്റ്ററി ബട്ട് ദേ മേക്ക് ഹിസ്റ്ററി. അതായത് ചരിത്രത്തിൽ നമ്മൾ ജനിക്കുന്നു, ഓരോ വ്യക്തിത്വവും ജനിക്കുന്നു, എന്നാൽ ചരിത്രം സൃഷ്ടിക്കുന്നത് ആരാണ്? അവർ തന്നെയാണ്, നമ്മൾ തന്നെയാണല്ലേ. ചില ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ പരസ്യത്തിലൊക്കെ പറയുന്നത് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു ഒക്കെ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു കോൺസെപ്റ്റും കാര്യങ്ങളുമാണ് മാർക്സിസത്തിൻ്റെ വരുന്നത്. അപ്പം ഇവർ പറയുന്നുണ്ട് സബ്സീക്വൻറ്റ് സൊസൈറ്റി, ഇപ്പോൾ ഉണ്ടായി വരുന്ന ഓരോ സമൂഹവും ഈസ് ബെറ്റർ ദാൻ ദി പ്രിസീഡിങ് സൊസൈറ്റി, അത് മുൻ സമൂഹത്തേക്കാൾ മികച്ചതായി തീരുന്നു എന്ന് പറയപ്പെടുന്നു ഈ മാർക്സിസത്തിലൂടെ. ഇനി മാർക്സിസത്തിൻ്റെ ചില ഘടകങ്ങൾ നമുക്ക് നോക്കാം, എലമെൻസും കാര്യങ്ങളും. ഇതിൽ ഫസ്റ്റ് വരുന്നത് ചരിത്രത്തിൻ്റെ ഭൗതികവാദമാണ്. ഇതിലൂടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാർക്സിസം കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ഉണ്ടാക്കിയെടുത്തത് എന്താണ്, കാൾ മാർക്സും ഫ്രെഡറിക് ഏഗൽസും കൂടെയാണ് കേട്ടോ. ഈ ഒരു തത്വശാസ്ത്രം നമുക്ക് മുന്നിലേക്ക് പറഞ്ഞു തന്നത് ഇവരാണ്. അപ്പോൾ മുതലാളിത്തത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തത്വശാസ്ത്രം ഉണ്ടാക്കി വന്നത്. അപ്പം ഇത് കൂടുതലായിട്ടും സമത്വം, സാമൂഹ്യ നീതി, എല്ലാത്തരം ചൂഷണങ്ങളുടെയും അഭാവം, എല്ലാവർക്കും തൊഴിലവസരങ്ങളുള്ള ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്നിവയ്ക്കായിട്ട് വാദിക്കുന്ന ഒരു തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തത്വശാസ്ത്രമാണ് മാർക്സിസം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ, അതിൻ്റെ എലമെൻസും കാര്യങ്ങളും നമുക്ക് പറയാം. ഫസ്റ്റ് വരുന്നത് ചരിത്രത്തിൻ്റെ ഭൗതികവാദമാണ്, ദ മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി. അപ്പം കാൾ മാർക്സിൻ്റെ വീക്ഷണത്തിൽ നോക്കുന്നതാണെങ്കിൽ ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞ പോലെ തന്നെ എല്ലാ ചരിത്ര സംഭവങ്ങളും ഉണ്ടായിത്തീരുന്നത് ചില
സംഘങ്ങളോ അല്ലെങ്കിൽ വർഗങ്ങളുടെ തമ്മിലുള്ള സമരത്തിൻ്റെ പരിണിത ഫലങ്ങളാണ് അല്ലേ. നമ്മൾ ബ്രിട്ടീഷുകാരോട് സമരം ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അപ്പം നമുക്ക് കിട്ടുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, ആഫ്റ്റർ റിസൾട്ട് എന്താണ്, പല കാര്യങ്ങളും മുൻപേ ചെയ്തിട്ടുണ്ടായിരുന്ന അവയുടെ പരിണിത ഫലങ്ങളായിട്ടാണ് വരുന്നതെന്നാണ് ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ഇൻ്റർപ്രിറ്റേഷനിലൂടെ ഇവർ സമർത്ഥിക്കുന്നത്. പിന്നാണെങ്കിൽ ഏതെങ്കിലും സമയത്ത് ചരിത്രഗതിയെ കൂടുതലായിട്ട് ഘടകം അതിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പത്തിക ഘടകങ്ങളാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും സമയത്ത് നിലനിൽക്കുന്ന ഉൽപ്പാദന രീതിയാണ് ആ ഒരു സാമൂഹ്യ ഘടനയുടെ സ്വഭാവം നിർണ്ണയിക്കുന്നതെന്നാണ് ഇവർ പറയപ്പെടുന്നത്. അപ്പം ചരിത്രത്തിൻ്റെ സാമ്പത്തികമായ ഒരു വ്യാഖ്യാനമാണ് മാർക്സിസത്തിൻ്റെ അഥവാ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിസത്തിൻ്റെ മൂലക്കല്ലെന്ന് പറയുന്നത്. ഇതിനെ സയൻറ്റിഫിക് സോഷ്യലിസം എന്നുകൂടെ പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തേതായിട്ട് വരുന്നത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ്, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ ഓരോ ചലനങ്ങളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ പരസ്പരം വിരുദ്ധമാണ്. നമ്മളിപ്പം എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ആശയം നമ്മൾ ഒരാൾക്ക് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് പൊസിഷനും ഉണ്ടാവും, അതിനെ കൂടുതൽ അഫർമേറ്റീവായിട്ട് പറയുന്നവരുണ്ട് അല്ലേ. പല ആശയങ്ങളും എല്ലാവരും അതിനെ ഉൾക്കൊള്ളണമെന്നില്ല, അതിനെ നിരാകരിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ എല്ലാത്തിലും നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ എല്ലാത്തിലും വൈരുദ്ധ്യങ്ങളെ നമുക്ക് കാണാം. അതുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സമൂഹം നിലനിന്ന് പോകൂ എന്നാണ് മാർക്സിസ്റ്റുകൾ പറയുന്നത്. അപ്പം ജർമ്മൻ ചിന്തകനായിട്ടുള്ള ഹേഗലാണ്. ഹേഗലും നമ്മുടെ മാർക്സും കൂടിയിട്ടാണ് ഈ ഒരു തത്വശാസ്ത്രം ഡെവലപ്പ് ചെയ്തത്. അപ്പം അദ്ദേഹം തന്നെ പറയാണ്, അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ നിന്നാണ് കാൾ മാർക്സ് ഈ ഒരു ആശയം സ്വീകരിച്ചത്. ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നാണ്, വൈരുദ്ധ്യാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് പലതും ജനിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം പ്രപഞ്ചവും മനുഷ്യ സമൂഹവും മാറ്റത്തിന് വിധേയമാണെന്നാണ് ഹേഗൽ പറയുന്നത്. അപ്പം വിരുദ്ധ ശക്തികളുടെ പരസ്പര പ്രവർത്തനങ്ങളിലൂടെയാണ് പരിവർത്തനം സംഭവിക്കുന്നത്. എല്ലാ സമയത്തും ഈ ഒരു വൈരുദ്ധ്യാത്മികത നമുക്ക് എല്ലാ കാലത്തും അല്ലെങ്കിൽ എന്ത് സംഭവത്തിലാണെങ്കിലും നമുക്കത് ദർശിക്കാൻ കഴിയും അല്ലേ. അതിങ്ങനെ ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലാണെന്ന് ഇവർ പറയുന്നുണ്ട്. വികസനത്തിൻ്റെ ദിശയിൽ നോക്കുന്നതാണെങ്കിലും നമുക്ക് വികസനം നടന്നുകൊണ്ടിരിക്കുക, ഓരോ കാലത്തിനനുസരിച്ച് വികസനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വസ്തുക്കളുടെയും ആശയങ്ങളുടെയും പിന്നിലെ ഏറ്റവും വലിയ പ്രേരണ എന്ന് വെച്ച് കഴിഞ്ഞാലും ഈ ഒരു വൈരുദ്ധ്യാത്മികത തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ മൂന്നാമത്തെ പറയുന്നത് വർഗസമരം അല്ലെങ്കിൽ ദ ക്ലാസ് വാർ. നമ്മുടെ പണ്ട് മുതൽ തന്നെ ഈ ഒരു സമൂഹത്തെ രണ്ട് ഭാഗങ്ങളായിട്ട്, രണ്ട് ഉയർന്ന ജാതി താഴ്ന്ന ജാതി അങ്ങനെ രണ്ട് ശക്തികളായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വിഭജിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാ കാലത്തും ഇത് നമുക്ക് കാണാൻ കഴിയും. അത് മുൻപത്തുള്ള പണ്ട് കാലത്താണ് ആദ്യഘട്ടങ്ങളിലെല്ലാം അടിമകളും യജമാന്മാരും അങ്ങനെയായിരുന്നു നമ്മൾ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞ് മധ്യകാലഘട്ടത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ പറയുന്നത് ഫ്യൂഡൽ പ്രഭുക്കന്മാരും അവരുടെ അടിയാന്മാരും തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെയായിരുന്നു കണക്കാക്കിയിരുന്നത്. ഇനിയിപ്പം മോഡേൺ യുഗത്തിലേക്ക്, ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മുതലാളി വർഗവും തൊഴിലാളി വർഗവും തമ്മിലായിട്ടുള്ള സംഘടനകൾ അല്ലെങ്കിൽ സമരങ്ങൾ എപ്പോഴും ഈ ഒരു വർഗസമരം ഉണ്ടാവാറുണ്ട് അല്ലേ. അവരുടെ ഓരോരുത്തരുടെ തൊഴിലാളികളാണ് കൂടുതലായിട്ട് ഈ ഒരു സമരങ്ങളിൽ സംഘടനകളിലെല്ലാം ഏർപ്പെടുന്നത്. അതായത് അവർക്ക് ഉള്ള പല അവകാശങ്ങളും അവരെ ചൂഷണം ചെയ്തുകൊണ്ട് ആര് ഭരിക്കുന്നു, മുതലാളികൾ ഭരിക്കുന്നു. അവരെ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് അവർക്കൊന്നും തന്നെ പ്രത്യേകിച്ച് നല്ലൊരു പ്രോഫിറ്റൊന്നും അവർക്ക് കൊടുക്കുന്നില്ല. അവരെ മാക്സിമം ചൂഷണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെയുള്ള സംഘടനകൾ രണ്ട് ക്ലാസ്സസും തമ്മിലുള്ള സംഘടനകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ ഒരു മാർക്സിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ് തൊഴിലാളി വർഗത്തെയാണ്. അവർ മുതലാളിത്തത്തെ, ക്യാപിറ്റലിസം അതിനെ പൂർണ്ണമായിട്ട് എതിർക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നാലാമത് വരുന്നത് മിച്ചമൂല്യ സിദ്ധാന്തം. മിച്ചമൂല്യ സിദ്ധാന്തം പൊതുവേ പറയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിൻ്റെ മൂല്യം, അപ്പം കൂടാതെ അവർക്ക് കിട്ടുന്ന ആ ഒരു കൂലി ഉണ്ടല്ലോ അതിൻ്റെ രൂപത്തിലും ലഭിക്കുന്നത്, അത് തമ്മിലുള്ള ഒരു വ്യത്യാസത്തെയാണ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ അല്ലെങ്കിൽ മിച്ച മൂല്യ സിദ്ധാന്തം എന്ന് പറയപ്പെടുന്നത്. നമുക്ക്
ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ അപേക്ഷിച്ച് നോക്കുന്നതാണെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ ഒരു കാരണം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ശേഷി അവൻ ഉണ്ടായിരിക്കണം എന്നില്ല. ഓക്കെ, അപ്പം ഈ ഒരു സാമ്പത്തിക ശേഷി ഇല്ലാത്ത അവൻ എന്ത് ചെയ്യുന്നു? ഒരാൾ മുതലാളിയുടെ അണ്ടറിൽ പണിയെടുക്കുന്നു, അധ്വാനിക്കുന്നു. അപ്പോൾ ഈ ഒരു മുതലാളി അവരുടെ അധ്വാനത്തെയാണ് കൂടുതലായിട്ട് ചൂഷണം ചെയ്യുന്നത്. ഒരു 12 മണിക്കൂറോളം വർക്ക് ചെയ്തിട്ടും തുച്ഛമായ വേതനം കൊടുക്കുന്ന ഒരു സിസ്റ്റം, ഇതിനെ മാർക്സിസ്റ്റുകൾ എതിർക്കുന്നുണ്ട്. അപ്പോൾ 12 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് 8 മണിക്കൂർ സമയത്തെ വേതനം മാത്രം നൽകുന്നത് കൊണ്ട് മുതലാളി ചൂഷണത്തെയാണ് കൂടുതൽ സമ്പന്നമാക്കുന്നതെന്ന് ഇവർ പറയുന്നു. അതായത് തൊഴിലാളിക്ക് യഥാർത്ഥത്തിൽ കിട്ടേണ്ട മൂല്യം അവനവിടെ കിട്ടുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇതാണ് മിച്ചമൂല്യ സിദ്ധാന്തത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രാഷ്ട്രത്തിൻ്റെ അധപതനം, അഞ്ചാമതായി വരുന്നത് രാഷ്ട്രത്തിൻ്റെ അധപതനമാണ്. അല്ലെങ്കിൽ വിതറിങ് അവേ ഓഫ് ദ സ്റ്റേറ്റ്. ഇതിലൂടെ വ്യക്തമാക്കുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ സ്ഥാപനം, തൊഴിലാളി വർഗം ഇപ്പം ഇവർ ഉന്നതിയിൽ എത്തിച്ചതിന് ശേഷം ഭരണകൂടം സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ പ്രവർത്തനങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ മുതലാളിത്തത്തിൻ്റെ ഒരു മർദ്ദന യന്ത്രമായിട്ടാണ് കാൾ മാർക്സ് രാഷ്ട്രത്തെ കണ്ടത്. കൂടുതലായിട്ടും ഈ ഒരു രാഷ്ട്രം സപ്പോർട്ട് ചെയ്യുന്നത് മുതലാളിത്തത്തെയാണെന്നാണ് കാൾ മാർക്സ് പറയുന്നത്. അവർ തൊഴിലാളി വർഗത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ക്യാപിറ്റലിസം, ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അത് തകർച്ചയിലെത്തിയതിന് ശേഷം രാഷ്ട്രം എന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ രാഷ്ട്രം എന്ന കാര്യം തന്നെ ഒരു സാധാരണക്കാർക്ക് വേണ്ട എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു വിതറിങ് അവേ ഓഫ് ദ സ്റ്റേറ്റ്, രാഷ്ട്രത്തിൻ്റെ അധപതനത്തിലൂടെ. ഓക്കെ, ഇനി ആറാമതായിട്ട് വരുന്നത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ്. റിലീജിയൻ ഇസ് ദ ഓപ്പിയം ഓഫ് ദി പീപ്പിൾ. അതായത് കറുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന ഒരു തരം മയക്കുമരുന്നാണ്. അപ്പം മതമാണ് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന മരുന്ന്. വ്യക്തികൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വ്യക്തികളെ ലഹരിയിലാക്കുന്ന ഒരു മയക്കുമരുന്ന് എന്ന ടേമിൽ വിശേഷിപ്പിക്കുന്നത് മതത്തെയാണ്. കൂടുതലും ദരിദ്രരായിട്ടും അല്ലെങ്കിൽ സമ്പന്ന വിഭാഗത്തെ അവരെ ആ ഒരു ഭരണവർഗമായിട്ടും കാണുന്ന ഒരു മതമാണ് ഇതിനൊക്കെ കാരണമായിട്ടുള്ളതെന്ന് ഇവർ പറയുന്നു. മതം സമ്പന്നൻ്റെ വിശിഷ്ട ഉപകരണവും പാവപ്പെട്ടവൻ്റെ കടിഞ്ഞാണുമായിരുന്നു എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. മതത്തിലൂടെ കൂടുതലായിട്ടും കൊടും വഞ്ചനകളാണ് തൊഴിലാളി വർഗങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതെന്ന് മാർക്സിസം വിശദീകരിക്കുന്നു. ഇനി ഏഴാമതായിട്ട് വരുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യമാണ്, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി പ്രോലിറ്ററേറ്റ്. ഇപ്പം ഇതിൽ പറയുന്ന തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു അവകാശവാദമായിട്ട് തൊഴിലാളി വർഗങ്ങൾ അവർ അതിൻ്റെ ഉന്നതിയിലെത്തണം, മുതലാളിത്തത്തിനെതിരെയായിട്ട് സമരങ്ങൾ ചെയ്യണം. അപ്പം ഭരണഘടനാ മാർഗങ്ങളിലൂടെ സമരം ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊന്നും കിട്ടത്തില്ലെന്ന് ആർക്കറിയാം? തൊഴിലാളി വർഗങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആയുധ സംബന്ധിയായിട്ടുള്ള ആക്രമണങ്ങൾ കൊണ്ടും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാം. സമരങ്ങൾ, കത്തിക്കുത്ത് വെടിവെപ്പ് കൊണ്ടും അവർക്ക് അവകാശങ്ങൾ നേടിയെടുക്കാമെന്ന് പറയുന്നു, മാർക്സിസ്റ്റുകൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മാത്രമേ തൊഴിലാളി വർഗ സർവാധിപത്യം സാധ്യമാവുകയുള്ളൂ എന്ന് പറയുന്നു. ബൂർഷ്വാ ഭരണകൂടത്തിന് പകരമായി ഉണ്ടാകുന്ന തൊഴിലാളി വർഗ സർവാധിപത്യ വ്യവസ്ഥയെ ആണ് ഇവർ ഇങ്ങനെ പറയുന്നത്. അപ്പം ഒരു തൊഴിലാളി വർഗ സർവാധിപത്യം എന്നത് ഒരു രാഷ്ട്രീയ സ്ഥാപനത്തെ തൊഴിലാളികൾ അവരുടെ വിപ്ലവകരമായ മാർഗങ്ങളിലൂടെ കൊണ്ടുവരുന്നതാണ്. തൊഴിലാളികളുടേതായിട്ടുള്ള ഒരു പാർട്ടി രൂപീകരിക്കുക, അതിലൂടെ അവരുടെ അംഗീകാരങ്ങൾ, അവർക്ക് വേണ്ട അവകാശങ്ങൾ നേടിയെടുക്കാമെന്നൊക്കെ ഇതിലൂടെ ഉദ്ദേശിക്കുന്നു. മുതലാളിത്തത്തിൻ്റെ എല്ലാ അംശങ്ങളെയും തുടച്ചു നീക്കിക്കൊണ്ട് ഒരു തൊഴിലാളി വർഗത്തിനെ വ്യവസ്ഥാപിതമാക്കുക, അവരുടെ സർവാധിപത്യം സ്ഥായിയായി കൊണ്ടുവരാമെന്നാണ് ഈ ഒരു മാർക്സിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത്. ഈ ഒരു തൊഴിലാളി വർഗ സർവാധിപത്യവും പരിവർത്തന വിധേയമാണെന്ന് ഇവർ വാദിക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പം ഇന്നത്തെ കാലത്ത് മാർക്സിസത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് നോക്കാം.
ഒരു തത്വശാസ്ത്രം എന്ന നിലയിലും ഒരു പ്രയോഗം എന്ന നിലയിലും കേവലം എതിർ വിഭാഗങ്ങൾ തമ്മിൽ വർഗങ്ങൾ കൊണ്ടല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതായത് രണ്ട് വിഭാഗങ്ങളുണ്ട് ഇവിടെ, തൊഴിലാളി വർഗവും മുതലാളി വർഗവും തമ്മിൽ. അപ്പം ഇതെന്താണ്, ഈ ഒരു വർഗങ്ങൾ തമ്മിൽ മാത്രമല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നത്, എന്നാൽ അവർ തമ്മിലുള്ള ഓരോ പലതരത്തിലുള്ള അവകാശങ്ങൾ, അവരുടെ അവകാശങ്ങൾക്ക് മുന്നിലും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. തീർച്ചയായും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നില്ല പാശ്ചാത്യ നാഗരികതയുടെ വിമർശനമാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും തിന്നാൻ വേണ്ടി മാത്രമല്ല ജനിക്കുന്നത്, അവർക്ക് പല അവകാശങ്ങളുണ്ടല്ലേ. വെറുതെ തിന്നാൻ മാത്രം കിട്ടിയിട്ട് നമുക്ക് പല അവകാശങ്ങളും നമുക്കുണ്ടല്ലോ, സ്വതന്ത്രമായി ചിന്തിക്കാനും നടക്കാനൊക്കെയുള്ള അവകാശം. അതൊന്നും നമുക്ക് നിഷേധിച്ചിട്ട് വെറുതെ 4 നേരം തിന്നാൻ മാത്രം തന്നു കഴിഞ്ഞാൽ ഒരു തത്തയെ അതിൻ്റെ കിളിക്കൂടിൽ ഇടുന്ന പോലെയുള്ള ഒരവസ്ഥയാണ് വരുന്നത്. അപ്പം അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ഭരണകൂടം ഒരു വർഗ സ്ഥാപനമാണെന്നും അതിനാൽ അടിച്ചമർത്തലും ചൂഷണാത്മകവും ആണെന്നും പറയുന്നത് കാര്യങ്ങൾ അമിതമായി ലളിതമാക്കുക എന്നതാണ്. അതായത് ഇവർ കൂടുതലായിട്ടും ഭരണകൂടം എന്താണ്, ആരെ സപ്പോർട്ട് ചെയ്യാനാണ്, മുതലാളിത്തത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം കൂടുതൽ ആ ഒരു മുതലാളിത്ത മനോഭാവികം അടിച്ചമർത്തലും ചൂഷണാത്മകവും ആണല്ലേ തൊഴിലാളി വർഗത്തെ അടിച്ചമർത്തുന്നത്. അപ്പം ഇത് കൂടുതൽ അവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നുണ്ട് ഭരണകൂടം. അതാണ് ഇവിടെ പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഈ ഒരു മാർക്സിസത്തിൻ്റെ പ്രസക്തി എന്താണെന്നാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഗാന്ധിസത്തെ വിശദീകരിക്കുക. ഗാന്ധിസം നമ്മുടെ മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ഒരു തത്വശാസ്ത്രം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ലിബറലിസത്തിൻ്റെയും മാർക്സിസത്തിൻ്റെയും ആദർശങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് ഈ ഒരു ഗാന്ധിസം എന്ന കോൺസെപ്റ്റ്. ഇതൊരു കോൺസെപ്റ്റാണ്, ഒരു തിയറി എന്ന രീതിയിലൊന്നല്ല. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും സിദ്ധാന്തങ്ങളും ഒന്ന് വ്യക്തമാക്കി ഇതിലൂടെ. അപ്പം ഈ രണ്ട് പ്രത്യയ ശാസ്ത്രങ്ങളുടെ, ഇത് ലിബറലിസത്തിൻ്റെയും മാർക്സിസത്തിൻ്റെയും പ്രത്യയ ശാസ്ത്രങ്ങളുടെ വിമർശനം മാത്രമല്ല ഗാന്ധിജി ഇതിലൂടെ ഉദ്ദേശിച്ചത്. ഇതിന് ബദലായിട്ടുള്ള സിദ്ധാന്തങ്ങളും അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഗാന്ധിസം മുഖ്യമായിട്ടും നിലകൊള്ളുന്നത് സമൂഹത്തിലെ ജനങ്ങളുടെ ഐക്യം, അവരുടെ സമ്മതി എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അഹിംസാത്മക ഭരണകൂടത്തെയാണ് ഈ ഒരു ഗാന്ധിസം പ്രതിനിധീകരിക്കുന്നത്. അപ്പം കൂടുതലായിട്ടും നമുക്ക് നോക്കാം പടിഞ്ഞാറൻ സംസ്കാരത്തിൻ്റെ വിമർശനം. അദ്ദേഹം കൂടുതലായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നത് വെസ്റ്റേൺ സിവിലൈസേഷനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. പാശ്ചാത്യ നാട്ടിലുണ്ടാകുന്ന ആ ഒരു സംസ്കാരം ഉണ്ടല്ലോ, അത് കൂടുതലായിട്ട് നമ്മളെ താഴ്ത്തിക്കെട്ടാൻ കൂടുതലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. 1907 അദ്ദേഹം ഹിന്ദു സ്വരാജിൽ ഇങ്ങനെ ഇതിനെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജനാധിപത്യത്തിൽ ഇദ്ദേഹം പറയുന്നത് ജനാധിപത്യത്തിൽ ഉയർന്ന തലത്തിലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന അതേ അവസരങ്ങളും ഏറ്റവും താഴേക്കിടയിലുള്ളവരും കിട്ടണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അപ്പം ഈ ഒരു വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ട് അവരൊക്കെ കൂടുതലും മുതലാളിത്തത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണല്ലേ. അപ്പം പടിഞ്ഞാറിൻ്റെ വ്യാവസായിക സംസ്കാരത്തോട് ഒട്ടും പൊരുത്തപ്പെടാൻ ഗാന്ധിജിക്കായിട്ടില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് മേലെ അവർ നടത്തുന്ന ചൂഷണമാണ്. കായിക അധ്വാനത്തിലായാലും കൈത്തൊഴിലാളിത്തത്തിലായാലും എപ്പോഴും അവരെ ചൂഷണം ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പം അദ്ദേഹം കൂടുതലായിട്ടും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ താഴേക്കിടയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ നീക്കാനോ ഒരു ചെറിയ കൈത്തൊഴിലിലൂടെ അവരുടെ കുടിൽ വ്യവസായങ്ങൾക്ക് കഴിയുമെന്ന്, ഇതൊക്കെ മാറ്റാൻ കുടിൽ വ്യവസായങ്ങൾക്ക് കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിനെയാണ് സപ്പോർട്ട് ചെയ്തത്. അല്ലാതെ ഈ ഒരു പാശ്ചാത്യർ കൊണ്ടുവരുന്ന വലിയ വ്യവസ്ഥാപിതമായിട്ടുള്ള വ്യവസായവൽക്കരണത്തെ അദ്ദേഹം പൂർണ്ണമായും നിരാകരിച്ചു. ഇനിയിപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റാണ് കുടിൽ വ്യവസായങ്ങൾ. ഈ ഒരു കുടിൽ വ്യവസായങ്ങൾ അല്ലെങ്കിൽ കോട്ടേജ് ഇൻഡസ്ട്രീസ് പറയുന്നത് ആ ഒരു ടൈമിൽ വൻതോതിലുള്ള വ്യവസായവൽക്കരണം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഗാന്ധിജി ഇതിനെ എതിർക്കുന്നുണ്ട്. കാരണം വൻതോതിലുള്ള ഉൽപ്പാദനം നടത്താൻ ഈ ഒരു വ്യവസായവൽക്കരണത്തിന് സാധിക്കും. അപ്പം ഇത് കൂടുതലായിട്ടും മുതലാളികൾക്ക് തൊഴിലാളികളെ ചൂഷണം ചെയ്യാനാണ് സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം ഈ ഒരു വ്യവസായവൽക്കരണം മൂലം ഈ ഒരു ഗ്രാമീണ ജനതയ്ക്ക് അവരുടെ കുടിൽ വ്യവസായങ്ങളിൽ അപര്യാപ്തത നേടാൻ കൂടുതലായിട്ടും ചാൻസ് ഉണ്ട് എന്നാണ് ഗാന്ധിജി പറയുന്നത്.
ഇനിയിപ്പം രണ്ടാമതായി വരുന്നത് സ്വരാജാണ്. ഗാന്ധിജി സ്വരാജ് കൊണ്ട് ഉദ്ദേശിച്ചത് സ്വപരിശ്രമങ്ങളിലൂടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് പറ്റുന്ന രീതിയിൽ ജീവിക്കാനുള്ള നമ്മുടെ കഴിവിനെയാണ് സ്വരാജ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു എയിമല്ല, ലക്ഷ്യമല്ല, അത് ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു മാർഗം മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എപ്പോഴും സമൂഹത്തിലെ ഏറ്റവും ധനികനായിട്ടുള്ള മനുഷ്യന് എന്തൊക്കെ ജീവിത സൗകര്യങ്ങൾ നേടിയെടുക്കാൻ നോക്കിയോ അല്ലെങ്കിൽ സൗകര്യങ്ങളിൽ ആസ്വദിക്കുന്നുവോ ഒരു ദരിദ്രനും അത് ആസ്വദിക്കാനുള്ള അവകാശങ്ങളുണ്ടെന്ന് അദ്ദേഹം വാദിക്കുന്നു. ആഹാരവും വസ്ത്രവും ഒന്നും ഇല്ലാതെ ആരും ബുദ്ധിമുട്ടരുതെന്നും ഗാന്ധിജി പറയുന്നു. ഇതാണ് സ്വരാജിലൂടെ അദ്ദേഹം മുൻതൂക്കം നൽകുന്നത്. ഇനിയിപ്പോൾ മൂന്നാമത്തെ വരുന്നത് ട്രസ്റ്റിഷിപ്പാണ്. ഒരു പുതിയ തത്വമാണ് ഇദ്ദേഹം ഇതിലൂടെ രൂപവൽക്കരിക്കുന്നത്. ജനക്ഷേമത്തിന് ഉതകുന്ന തരത്തിൽ സമ്പന്ന വ്യക്തികൾ എന്താണ് അവരുടെ ഒരു സ്വത്തുക്കൾ ട്രസ്റ്റാക്കി വെക്കണമെന്ന്, അത് നിക്ഷേപ രൂപത്തിൽ വെക്കുക. അതാർക്ക്? സമ്പന്ന വ്യക്തികൾ ജനങ്ങളുടെ ട്രസ്റ്റികളായിട്ട് മാറണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു ട്രസ്റ്റിഷിപ്പിലൂടെ എന്താണ് ഈ ഒരു താഴേക്കിടയിലുള്ളവർക്ക് കൂടുതലായിട്ട് അവർ എംപ്ലോയിമാരും തമ്മിലുള്ള ഒരു റിലേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് എന്തെങ്കിലും ഇതിൻ്റെ തുടക്കം എന്താണ് പ്രേരണയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. പക്ഷേ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലാതെ ബലത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഒരു ട്രസ്റ്റിഷിപ്പ് ഉണ്ടാക്കരുതെന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. ഇനി നാലാമത് വരുന്നത് രാമരാജ്യമാണ്. രാമരാജ്യം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സാർവലൗകികമായിട്ടുള്ള സമാധാനത്തെയാണ്. അദ്ദേഹം ഒരു അഹിംസാവാദിയാണല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ സ്നേഹം നിലനിർത്തണം, സ്നേഹപരമായിട്ട് അല്ലെങ്കിൽ ധർമ്മശാസ്ത്രത്തിലൂടെ അടിസ്ഥാനമാക്കിയിട്ട് വരേണ്ടതാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് ഈ ഒരു കോൺസെപ്റ്റാണ് ഗാന്ധിജിയുടെ രാമരാജ്യത്തിൻ്റെ ലക്ഷ്യം. സമൂഹത്തിൽ എല്ലാവരും തുല്യരാവണം, എല്ലാവരും നല്ല സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കണം എന്നാണ് രാമരാജ്യം എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത്. ഇനി അഞ്ചാമത് വരുന്നത് സ്റ്റേറ്റും വ്യക്തിഗത സ്വാതന്ത്ര്യവും ആണ്. അപ്പം ഗാന്ധിജിയുടെ ഒരു ചിന്താഗതിയിൽ വെച്ച് നോക്കുന്നതാണെങ്കിൽ രാഷ്ട്രം എന്ന് പറയുമ്പോഴേ അത് അക്രമത്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പക്ഷെ ഒരു വ്യക്തിയെ നോക്കുമ്പോൾ അത് ഒരു ആത്മാവാണ്, അതൊരു ഇമോഷണലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് നമ്മളൊരു വ്യക്തി എന്നത്. ഇപ്പോൾ രാഷ്ട്രത്തിലാണെങ്കിൽ അങ്ങനെ ഒരു ആത്മാവ് ഇമോഷൻസ് ഇല്ല, അത് ഒരു കൂട്ടം ആൾക്കാരുടെ ആണല്ലോ. അപ്പോൾ ഒരു യന്ത്രമായിട്ടാണ് രാഷ്ട്രം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തിന് എന്തെങ്കിലും കൊടുക്കാമെന്നുണ്ടെങ്കിൽ, അധികാരം കൊടുക്കാമെന്നുണ്ടെങ്കിൽ തകർച്ചയായിരിക്കും നമുക്ക് നേരിടേണ്ടി വരുന്നത്. എന്നാൽ അതിന് പകരം ഒരു വ്യക്തിയിലാണ് സ്വാതന്ത്ര്യം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അവൻ്റെ സ്പേസ് സറൗണ്ടിങ്സിൽ എന്തൊക്കെ സ്വാതന്ത്ര്യം എടുക്കുന്നവോ അതേപോലെ തന്നെ മറ്റുള്ളവനും ആ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ചാൻസ് കൊടുക്കുമെന്നാണ് ഗാന്ധിജി ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റും വ്യക്തി സ്വാതന്ത്ര്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഗാന്ധിസം എന്ന കാഴ്ചപ്പാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അല്ലേ? മറ്റു രണ്ട് തിയറീസിനെ അപേക്ഷിച്ച് ഇത് ഒരു ഒരു തിയറി തത്വശാസ്ത്രം തന്നെയാണ്. പക്ഷേ ഗാന്ധിജി കൂടുതലായിട്ട് റെലവൻസ് കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചില ആദർശങ്ങൾ, നമ്മുടെ ജനനന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആദർശങ്ങൾ എന്ന രീതിയിലാണ്. ഇപ്പം നമ്മൾ ഗാന്ധിജിയുടെ അല്ലെങ്കിൽ ഗാന്ധിസം എന്ന കോൺസെപ്റ്റിനോട് യോജിക്കുന്നുണ്ട് അല്ലേ? അതെ. പാശ്ചാത്യ ഭൗതികവാദത്തിനെതിരെ എം കെ ഗാന്ധി ഇവിടെ ഡിനോട്ട് ചെയ്തത് മഹാത്മാഗാന്ധിയാണ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് കേട്ടോ. അപ്പോൾ എം കെ ഗാന്ധി അഭിപ്രായത്തിൽ ഭൗതികവാദം ആത്മീയതയുടെ സത്യയെ നശിപ്പിക്കുന്നു എന്നാണ്. പാശ്ചാത്യർ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ സമൂഹത്തെ അവരുടെ കൾച്ചറിനെ നശിപ്പിക്കുന്നു എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെടുന്നു. എപ്പോഴും പാശ്ചാത്യ മനുഷ്യർ മാംസവും ആത്മാവും ഇല്ലാത്ത ഒരു ആറ്റോമിക വ്യക്തിയായാണ് ഗാന്ധി പാശ്ചാത്യ മനുഷ്യനെ കണക്കാക്കിയത്. അവർ എപ്പോഴും അറ്റോമിക വ്യക്തിയായിട്ടാണ് ഗാന്ധി പാശ്ചാത്യ മനുഷ്യരെ കണക്കാക്കുന്നത്. ഇനിയിപ്പോൾ പാശ്ചാത്യ സമൂഹത്തിൽ നിലനിൽക്കുന്ന തരത്തിലുള്ള ഭരണകൂടത്തിൻ്റെ ആരാധകനല്ല ഗാന്ധിജി സ്നേഹവും സഹിഷ്ണുതയും ഒക്കെയാണ് ഒരു വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്നത്, രാഷ്ട്രമല്ല എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗാന്ധിസം എന്ന കോൺസെപ്റ്റ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ദ എൻലൈറ്റ്മെൻറ്റ് ഹാഡ് റെഫ്യൂസ് ടു ആക്സെപ്റ്റ് ദി മോറൽ ഗോൾസ് ഓഫ് ഡാഷ് ട്രൂത്ത്സ്. അതായത് ജ്ഞാനോദയം ഏതോ ഒന്നിനെ അതിൻ്റെ ധാർമ്മിക ഉദ്ദേശത്തെ ട്രൂത്തിനെ നിഷേധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ അബ്സല്യൂട്ട് സമ്പൂർണ്ണ സത്യങ്ങളെ
നിഷേധിക്കുന്നു എന്ത് ജ്ഞാനോദയം. അതാണ് അവിടുത്തെ ആൻസറായിട്ട് വരുന്നത്. ദ ഫ്രഞ്ച് റെവല്യൂഷൻ ഡിക്ലെയർഡ് ഡാഷ് ഇക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി ആസ് റൈറ്റ് പൊളിറ്റിക്കൽ വാല്യൂസ്. അതായത് ഫ്രഞ്ച് വിപ്ലവം അതെന്തിനെ വ്യാഖ്യാനിക്കുന്നു? ലിബർട്ടി, സ്വാതന്ത്ര്യത്തെ, പിന്നെ ഇക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി, സമത്വത്തിനെ, സഹോദര്യത്തിനെ ഒക്കെ അതിനെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മൂന്നാമതായി വരുന്നത് 17ഉം 18ഉം സെഞ്ചുറിയിലുണ്ടായിരുന്ന ഒരു കാര്യത്തിന് നെഗറ്റീവ് ലിബറലിസം എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ടൈമിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ നെഗറ്റീവ് ലിബറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് കേട്ടോ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ മക്ഗവേൺ സെറ്റ് ലിബറലിസം ഈസ് കമ്പോസ്ഡ് 2 എലമെൻറ്റ്സ്. 2 ഘടകങ്ങൾ കൊണ്ടാണ് ലിബറലിസം ഉണ്ടായതെന്നാണ് മക്ഗവേൺ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഡെമോക്രസിയാണ്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ പിന്നീടുള്ള ഒരു ആൻസറായിട്ട് വരുന്നത് ഇൻഡിവിജ്വലിസം, വ്യക്തിത്വം കൂടെയാണ്. അപ്പം വ്യക്തിത്വവും ജനാധിപത്യവും കൂടി കലർന്നതാണ് ലിബറലിസം എന്നാണ് മക്ഗവേൺ പറയുന്നത്. ഇനി അഞ്ചാമത്തേന്ന് വെച്ചാൽ ലിബറൽ എക്കോണമി ഈസ് ഡാഷ് എക്കോണമി. ലിബറൽ സമ്പദ് വ്യവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയാണ്. ഇനി ആറാമത് ദ ലിബറൽ സ്റ്റേറ്റ് ഈസ് എ സോഷ്യൽ ഡാഷ് സ്റ്റേറ്റ്. അതായത് ലിബറൽ രാഷ്ട്രം എന്ന് വെച്ചാൽ എന്താണ്? സാമൂഹ്യ സേവന രാഷ്ട്രമാണ്. സേവനമാണ് അവിടെ വരുന്ന സർവീസ്. ഇനി ഏഴാമത്തെ വരുന്നത് ലിബറലിസം ഈസ് ദ പൊളിറ്റിക്കൽ ഫിലോസഫി ഓഫ് ദ ഡാഷ് ക്ലാസ്. കൂടുതലായിട്ട് ലിബറലിസം എന്തിനാണ് മുൻതൂക്കം നൽകുന്നത്? ക്യാപിറ്റലിസ്റ്റ്, മുതലാളിത്തത്തിനാണ് ഇമ്പോർട്ടൻ്റ് നൽകുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ക്ലാസ് വരുന്നത് മുതലാളിത്ത വർഗത്തെയാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത്. അവിടെ ആൻസർ മുതലാളിത്തം അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ്. ഇനി മാർക്സിസം ഈസ് എ റിയാക്ഷൻ എഗെയിൻസ്റ്റ് ഡാഷ്. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ, ഫ്യൂഡലിസം, ക്യാപിറ്റലിസം. അതിൽ നിന്ന് എടുത്തെഴുതാനാണ്. മാർക്സിസം എന്തിനെ എതിരെയാണ് പ്രവർത്തിക്കുന്നത്? മുതലാളിത്തത്തിനെതിരെ. അവർ സപ്പോർട്ട് ചെയ്യുന്നത് തൊഴിലാളി വർഗ്ഗങ്ങളെയാണ്. ഇപ്പോൾ 9ാമത്തെ വരുന്നത് മാർക്സിസം ഈസ് റിഗാർഡഡ് ആസ് ദ പൊളിറ്റിക്കൽ ഫിലോസഫി ഓഫ് ദ ഡാഷ് ക്ലാസ്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇവിടെ മാർക്സിസം സപ്പോർട്ട് ചെയ്യുന്ന ആരെയാണ്? തൊഴിലാളി വർഗ്ഗങ്ങളെ, വർക്കിംഗ് ക്ലാസ്സിനെ. ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് ഗാന്ധിജി ഹാഡ് അഡ്വക്കേറ്റഡ്. ഗാന്ധിജി വാദിച്ചത് ഏത് തരത്തിലുള്ള സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ്? രാമരാജ്യത്തിന് വേണ്ടിയിട്ട്. വാട്ട് സ്ട്രാറ്റജി ഡിഡ് ഗാന്ധിജി സജസ്റ്റ് ഫോർ എംപ്ലോയർ ആൻഡ് എംപ്ലോയി കോഡിയൽ റിലേഷൻഷിപ്പ്. എംപ്ലോയീൻ്റെ കോഡിയൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നോക്കിയത് ട്രസ്റ്റിഷിപ്പ് വഴിയാണ്. ഇതിപ്പോൾ ഗാന്ധിജി നെയിമിങ് ചെയ്തത് ഷെഡ്യൂൾഡ് കാസ്റ്റിനെ ഹരിജൻസ് എന്നാണ് വിളിച്ചത്, ആ ഒരു പട്ടികജാതി വിഭാഗങ്ങളെ. ഇതിപ്പോൾ വിച്ച് ഓഫ് ദ 2 ends and means ഗാന്ധിജി അഡ്വക്കേറ്റ്. ഗാന്ധിജി വാദിച്ചത് ഗുഡ്സ് ആൻഡ് ആസ് വെൽ ആസ് എ ഗുഡ് മീൻസ്. ഇനിയിപ്പോൾ 14ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഡിഡ് ഗാന്ധിജി കോൾ ദ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഓഫ് ഓൾ ദ ഇൻഡിവിജ്വൽസ്. ഓരോ വ്യക്തിയിലും കാണുന്ന ദരിദ്രനായ വ്യക്തിയിലും കാണുന്ന ഒരു നന്മ എന്താണെന്നാണ്. അതാണ് സർവോദയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പം ഫോർ ദ മാർക്സിസ്റ്റ് ദ ഡാഷ് ഫാക്ടർ ഇസ് ദ ഡിസീവ് ഫാക്ടർ ഇൻ ദ ഇൻഡിവിജ്വൽ സോഷ്യൽ ലൈഫ്. ഏറ്റവും നിർണായക ഘടകം മാർക്സിസ്റ്റിൻ്റെ കേസിൽ അത് ഭൗതികമായിട്ടുള്ള തിങ്ങാണ്. അതാണ് മെറ്റീരിയൽ, ഭൗതികത്തിൻ്റെ മെറ്റീരിയൽ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇൻ മാർക്സിയൻ സ്കീം ദ റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ ഗിവ് ബർത്ത് ടു ഡാഷ്. 2 കാര്യങ്ങൾക്കാണ് മാർക്സിയൻ്റെ സ്കീം എന്താണ് ജനനം നൽകുന്നതിന്. അപ്പോൾ ഏതിനൊക്കെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ബലത്തിനും പ്രൊഡക്ഷനും ഫോഴ്സിനും ഉൽപ്പാദനത്തിനും കൂടിയിട്ടാണ് എന്താണ് ഈ ഒരു മാർക്സിയൻ സ്കീം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് ഡാഷ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അവരുടെ കഴിവിൽ ചെയ്യുന്നത് എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? അപ്പോൾ അവരുടെ വർക്കാണ് അവിടെ വരുന്നത്. ഇനിയിപ്പോൾ ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് വർക്ക്, ഓരോ കഴിവ് അവനവനിലുള്ള കഴിവ് എന്തിലെത്തിച്ചേരുന്നു? അവൻ്റെ ആവശ്യങ്ങളിൽ, നീഡ്സിൽ. അതിൻ്റെ ആൻസറായിട്ട് വരുന്ന നീഡ്സാണ്. പിന്നെ 19ാമത്തെ ക്വസ്റ്റ്യൻ ഫോർ മാർക്സ് റെവല്യൂഷൻസ് ആർ ഡാഷ് ഓഫ് ഹിസ്റ്ററിന്ന്. എന്താ മാർക്സ് റെവല്യൂഷൻസ് വിപ്ലവം എന്താ ചരിത്രത്തിൻ്റെ എൻജിനാണെന്ന് പറയുന്നു. അപ്പോൾ ഇത് ഈസി ആയിട്ട് പറയാം. മേജർ പൊളിറ്റിക്കൽ തിയറീസിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് നമ്മൾ 3 പഠിച്ചു, ലിബറലിസം, മാർക്സിസം, ഗാന്ധിസം. അപ്പം ഇൻക്ലൂഡഡ് അല്ലാത്തത് ക്രിറ്റിസിസമാണ്. പിന്നെ 2ാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജി പ്രൊമോട്ട് ചെയ്യുന്ന ഫിനോമിനൻ എന്താണ്? നോൺ വയലൻസ്, സ്വരാജ്, സത്യാഗ്രഹം. ഇതൊക്കെ ഗാന്ധിജി പ്രൊമോട്ട് ചെയ്യുന്നതാണ്, എംഫസിസ് ചെയ്യുന്നതാണ്. ഹിംസ, വയലൻസ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ അതാണ്. ഡൗൺ ട്രോഡൻ പീപ്പിൾ ഓഫ് ദ ഹിന്ദു ഓർ ഇന്ത്യൻ സൊസൈറ്റി ഓർ ഗിവൺ എ ന്യൂ നെയിം. വാട്ട് വാസ് ദാറ്റ്? അതായത് ഗാന്ധിജി പട്ടികജാതി വിഭാഗക്കാരെ ഹരിജൻസ് എന്ന് വിളിച്ചിട്ടുണ്ട് അല്ലേ? അവരാണ് ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള പീപ്പിൾസ്. ഹിന്ദുസിലെ ഏറ്റവും താഴ്ന്ന ജാതിക്കാരായിട്ട് അറിയപ്പെടുന്നത് ഹരിജൻസ് ആണ്. അപ്പോൾ അവരെ കൂടുതലായിട്ട്
ഹരിജൻസ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെയർ ചാപ്റ്ററായിട്ട് വരുന്നത്. ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആൻഡ് താങ്ക് യു.